ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്ളോഗ് എടുക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തു. പക്ഷേ എന്ത് വ്ളോഗ് എടുക്കണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് അല്ല, ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ചക്കക്കുരു കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറേ ദിവസം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെ വ്ളോഗിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ചക്കക്കുരു എടുത്ത് വെച്ചിട്ട് അതിനകത്തൊക്കെ കാണുമ്പോൾ ഇതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചക്കക്കുരു കൊണ്ട് ജ്യൂസും അടിക്കുന്നുണ്ട്, ചക്കക്കുരു കൊണ്ട് വട ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പരിപ്പ് വടയൊക്കെ പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാളൂസ് സ്കൂൾ വിട്ട് വന്നിട്ട് ഇതാ കുളിക്കുന്നുണ്ട്. മൂവിക്കാക്ക് സാധനം വാങ്ങിക്കാൻ പോയതാണ്. ഞാൻ നോക്കുമ്പോൾ പാലില്ല. അപ്പോൾ ജ്യൂസ് അടിക്കാൻ പാല് വേണമല്ലോ. അപ്പോൾ പാല് വാങ്ങിക്കാൻ മൂവിക്കാനെ പറഞ്ഞു വിട്ടയാണ്. മാളൂസ് പാട്ടൊക്കെ പാടി കുളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കേൾപ്പിച്ചു തരാം. മാളു, ഇത് ഏത് സിനിമയിലെ പാട്ടാ? അതിനാണോ? ഷാമ്പുവോ? തല കുളിക്കുന്നില്ലല്ലോ. ഷാമ്പു എവിടെ തേക്കണേ? ഷാമ്പുവോ? ഷവർ ജെൽ. ശരി താ. അപ്പോൾ മേല് കഴുകുക, തല കഴുകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒറ്റയ്ക്ക് മേല് കഴുകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത്. ഒറ്റയ്ക്ക് കഴുകുള്ളൂ പറഞ്ഞാൽ ഓക്കെ. ഒറ്റയ്ക്ക് മേലൊക്കെ കഴുകാൻ കയറാറുണ്ട് കേട്ടോ. വലിയ വൃത്തിയൊന്നും ആവില്ല, എന്നാലും വല്ലപ്പോഴും അങ്ങനെ കയറാറുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചോട്ടെ ഞാനും വിചാരിക്കും. അതോ കേൾക്കുന്നുണ്ടോ? നമുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ മാളൂസ് എന്തായാലും കുളിച്ച് വരട്ടെ. അപ്പം നമുക്ക് മനസ്സിലാവും അവൾക്ക് കുളിക്കാൻ അറിയോ ഇല്ലയെന്ന് നോക്കാം. അപ്പം നമുക്ക് എന്തായാലും ചക്കക്കുരു ഷേക്ക് അടിക്കാം. ജ്യൂസെന്നോ ഷേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം എന്തായാലും ഉണ്ടാക്കാം. മൂവിക്കാർ സാധനം വാങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം. മാളൂസ് കുളിക്കാം. നല്ല എന്താണ് ചക്കക്കുരു ജ്യൂസും ചക്കക്കുരു വടയും അല്ലേ? നിനക്ക് എണ്ണ പൊരിച്ചുണ്ടല്ലോ. അല്ല, എനിക്ക് ജ്യൂസ് മതി. ടേസ്റ്റ് നോക്കും ഞാൻ. ഓക്കെ, ആകെ ഈ ചക്കക്കുരു ഉള്ളത്, അതുകൊണ്ട് ഉണ്ടാക്കി നോക്കാം. ഞാനും കൊറേ നാളായിട്ട് കൊറേ ദിവസമായിട്ട് അല്ലേ ഇന്ന് ഉണ്ടാക്കാൻ നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ ഉണ്ടാക്കട്ടെ. ഞാൻ പോയിട്ട് തുണിയെല്ലാം എടുത്തിട്ട് വരാൻ പോകുന്നു. യെസ്, അങ്ങനെ എന്നാ പോയിട്ട് വരാം. ഷാന യെസ്, മോബിക്കാക്ക് ജിമ്മിൽ പോവാണ്. പോയിട്ട് വരാം. സ്കൂളോ? ബാഗ്, വാട്ടർ ബോട്ടിൽ, കറക്കിയുണ്ട്. പോയിട്ട് വരാം. അതാ വിളിക്കുന്നുണ്ട്. അപ്പൊ മൂബിക്കാക്ക് ജിമ്മിൽ പോവാണ്. അപ്പൊ മൂബിക്കാക്ക് വന്നിട്ട് എന്റെ ചക്കക്കുരു ഷേക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. യെസ്, ഫുള്ള് ഫേസ് വാഷ് മോത്താക്കിട്ടേ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? കുളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അരമണിക്കൂറായി. ഇനി എത്ര നേരം എടുക്കുന്ന അറിയില്ല. ഞാൻ ഇപ്പൊ വേഗം കുളിക്കലുണ്ട്. അപ്പൊ കൊറേ നേരം നിക്കാൻ വയ്യോ. യെസ്, ചക്കക്കുരു ജ്യൂസും ചക്കവടയും ഒക്കെ റെഡിയാക്കി വെക്കാം. ഇനി ഞങ്ങള് തീർക്കും അറിയില്ല. ചക്കക്കുരു വെന്ത് വന്നിട്ട് ഇനി എന്താകുന്ന അറിയില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീരും. വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. കൊളായാലും കുറച്ചൊരു 5 മിനിറ്റ് നേരം നിക്കുമ്പോൾ പിന്നെ വന്ന് കിടക്കും. മൂവിക്കാക്ക് ഉള്ളപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യാൻ നിക്കലുള്ളൂ. ഇന്നിപ്പോ മൂവിക്കാക്ക് ഇല്ലാതെ ഞാൻ ഒരു ജ്യൂസ് അടിക്കാൻ പോവാ. പാത്രമൊക്കെ ഞാൻ കഴുകാൻ അവിടെ വെക്കും. മാളൂസ് കുളിച്ചിറങ്ങുമ്പോഴേക്ക് ഇടാനുള്ള ഡ്രസ്സ് നമുക്ക് കൊണ്ടുവന്ന് വെക്കാം. ഞാൻ പർപ്പിൾ ഇട്ടതുകൊണ്ട് മാളൂസിനും പർപ്പിൾ കൊടുക്കാം. ട്രൗസർ വേണോ? ഡ്രസ്സ് മറ്റേ ഉടുപ്പ് പോലത്തെ വേണോ മാളു? ഓക്കേ, ഇതാണ് ചക്കക്കുരു ഉള്ളത്. അപ്പൊ ഞാൻ കരുതി തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് വെക്കാന്ന് കരുതി. ഇത് ഉണങ്ങിയതുകൊണ്ട് തൊലി കളയാൻ സുഖമുണ്ട്. പക്ഷെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തൊലി കളയുന്നത്. കാരണം അപ്പം തൊലിയൊക്കെ തന്നെ ഇളകി പോരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കിത് വേവിച്ചിട്ട് തൊലി കളയാം. അപ്പൊ ചക്കക്കുരു ഒക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനി ഒരു 4 വിസില് 3, 4, 5 ഇതിൻ്റെ ഏതെങ്കിലും ഒരു വിസിലിൽ ഇത് വെന്ത് കിട്ടും. ഇനി കുറച്ചധികം വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ്.
സ്നാക്സ് ഉണ്ടാക്കണമെങ്കിലും മിക്സിയിലിടണം, ജ്യൂസ് ആണെങ്കിലും മിക്സിയിൽ തന്നെ അരച്ചെടുക്കണം. അപ്പം രണ്ടിലേക്കുള്ളത് ഞാൻ ഒന്നിച്ച് വേവിക്കാണ്ട്, നമ്മൾ ഉപ്പ് പോലും ഇടണ്ട, ജസ്റ്റ് വെറുതെ വേവിച്ചെടുത്താൽ മതി. കാരണം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും സ്നാക്സ് ഉണ്ടാക്കാനും ചക്കക്കുരു വേണം. അപ്പോൾ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മാളൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. മാളൂസ് എന്തൊന്നും കൂടെ വീഡിയോ എടുക്കലൊന്നും കൂടെ എടുക്കാനാ? അമ്പടി ഒന്നും കൂടെ വീഡിയോ എടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അത് സാരല്ല, അതൊക്കെ ആർക്കും പറ്റുന്ന അബദ്ധങ്ങളാ. അപ്പൊ മാളൂസിതാ കുളിയൊക്കെ കഴിഞ്ഞ് മേലെ കഴുകിയിട്ടുള്ളൂ, എന്നിട്ട് ഇതാ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്രീം തേച്ചോ? സൺ പ്രൊട്ടക്ഷൻ വേണ്ടായിരുന്നു, എന്നാലും ഇരിക്കട്ടല്ലേ. അതെന്തത്? അപ്പൊ ഇതാ ക്രീമൊക്കെ തേച്ച് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അതെ, കണ്ടോ വരച്ചത് കണ്ടോ? അപ്പൊ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വാട്ടോ, അപ്പോഴേക്കും മമ്മ ഇത് ഉണ്ടാക്കി തീർക്കട്ടെ. ഓക്കെ, പോണിട്ടല്ലേ? വേറെ ഒന്നും വേണ്ടല്ലോ നിനക്ക്. കുക്കറിൽ 2 വിസിൽ വന്നു മോളൂ. 2 വിസിലൂടെ വരുമ്പോ നമുക്ക് ഓഫാക്കാം. ചക്കക്കുരു വെന്തിട്ടുണ്ടാവും. നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് സ്നാക്സ് ഉണ്ടാക്കണം. എനിക്ക് രണ്ടും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടണം. ജ്യൂസ് അടിച്ച് അപ്പൊ തന്നെ കുടിക്കണം, കടി ഉണ്ടാക്കിട്ട് അപ്പൊ തന്നെ കഴിക്കണം. കടി നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കാം, ചൂടോടെ കഴിച്ചില്ലേ അടുത്ത വിസിൽ വരുന്നതിന് മുന്നേ നമ്മൾ മുടി കെട്ടി തീരണം ഗൈസ്. ഈ കുട്ടീന്റെ മുടി ഇങ്ങനെ മേലേക്ക് കെട്ടി കൊടുക്കല്ലേ പറയും. വിസിൽ വന്നു, അപ്പൊ നമുക്ക് ഓഫാക്കാൻ പോകാം. കറക്റ്റ് ടൈമാണ് അല്ലേ മമ്മ? അപ്പൊ നമ്മള് ചക്കക്കുരു ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ആവി പോയിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം വെന്തോട്ടെ, എന്തായാലും അരക്കണ്ടേ. മാളൂസ് സ്കൂളിലത്തെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ബേബിനോടും വർത്താനം പറയും മാളൂസ് അല്ലേ? മാളൂസിന് ബേബി തിരിച്ച് വർത്താനം പറയാത്ത വിഷമമുള്ളൂ. സ്കാനിങ്ങിന് പോയപ്പോ കണ്ടില്ലായിരുന്നോ? കഴിഞ്ഞ ഞങ്ങള് പ്രഗ്നൻസി റിവ്യൂലിന്റെ വീഡിയോ ഇട്ടയില് സ്കാനിങ്ങിന് കയറിയ സമയത്ത്, അല്ല സോറി സ്കാനിങ്ങിനല്ല, ഹാർട്ട് ബീറ്റ് നോക്കാൻ പോയതായിരുന്നു. പക്ഷെ ഇവള് ചെന്നിട്ട് ഹായ് ബേബി, എനിക്ക് അത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. ഹായ് ബേബി എന്ന് പറഞ്ഞിട്ട് ബേബിനോട് സംസാരിക്കുക. എന്നിട്ട് ബേബി തിരിച്ചു പറയണത് ഹാർട്ട് ബീറ്റ് നമുക്ക് അതിൽ കേൾക്കാലോ, അപ്പൊ തിരിച്ചു പറയണതും കേൾക്കാമെന്ന് കരുതിയിട്ട്. എന്ത്? അതെ, തിരിച്ചു പറയണത് കേൾക്കുന്നു കരുതിയിട്ടല്ലേ നീ സംസാരിച്ചേ? അതെ, മാളൂസിന് തിരിച്ച് കാലും കൊണ്ട് ഹായ് ഒക്കെ കൊടുത്തെന്നാ പറയുന്നു. മാളൂസിന് ബേബിന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ ഇങ്ങനെ ധൃതിയാവുന്നുണ്ട്, അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ചക്കക്കുരു എന്തായെന്ന് നോക്കാം. ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് സമയമായി. അപ്പൊ നമുക്ക് പോയിട്ട് അതോ ഇതെന്താ? കണ്ടോ എന്റെ പിരിക് എത്ര ഉള്ളു? കണ്ടോ പിരിക? ഞാൻ നോക്കുമ്പോ പിരിക് ഇവിടെ വരെ എത്തി. എനിക്ക് വയ്യ പിരികൊന്നും എഴുതാൻ, എനിക്ക് വയ്യ. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കണതുകൊണ്ട് എഴുതിയതാണ്. വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ ഫ്രീ ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാതെ നല്ല സുഖമായിട്ടിരിക്കാം. മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ ഇനി, അല്ലെങ്കിലും ജസ്റ്റ് ഐബ്രോ എഴുതി ലിപ് ബാം ഇട്ടു, ദാറ്റ്സ് ഇറ്റ്. ഇനി മേക്കപ്പ് ചെയ്ത് നടക്കാന്ന് പറയണ്ട, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഐബ്രോയും ലിപ് ബാമും ഞാൻ യൂസ് ചെയ്യാറുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും. മുഖത്ത് വേറെ എന്തിടാൻ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിലും ഐബ്രോയും ലിപ് ബാമും ഞാൻ എന്തായാലും യൂസ് ചെയ്തിരിക്കും. അതെനിക്ക് മസ്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് മടിച്ച് എന്നാലും വീഡിയോ എടുക്കല്ലേ എന്ന് കരുതി ഐബ്രോ ഇട്ടതാണ്. അത് ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ പരന്ന് കിടക്കുന്നു. ഇത് എത്ര നേരമായോ പരന്ന് കിടക്കുന്നതിന് വീഡിയോയില്. കട്ട് ചെയ്ത് കളയണ്ടാന്ന്. ഓക്കെ, കട്ട് ചെയ്യുന്നില്ല. ഇല്ല, പായസമായാലും ജ്യൂസ് അടിക്കാനല്ലേ. പിന്നെ കടി ഉണ്ടാക്കാനും നമ്മളിങ്ങനെ അരയ്ക്കും, കുഴപ്പമില്ല. അതാ
നമുക്ക് ഇത് പുള്ളിയാ. ഞാൻ ഇവിടെ പുള്ളി ഇട്ടതാ ബ്യൂട്ടി മാർക്ക്. നല്ല സെന്റ്. എന്താ ഇതെന്താ അറിയോ? ഐബ്രോ ഇട്ടത്. ഐബ്രോ കട്ട് ചെയ്ത് കളയാനാ? ഐബ്രോ ഇട്ടത് ഇന്ന് കുറച്ച് കൂടുതലായി, അതുകൊണ്ട് ഐബ്രോയിൽ നിന്ന് ഇങ്ങനെ തൊടുമ്പോഴേക്കും കണ്ടോ വരുന്നുണ്ട്. നൈസ്. അപ്പൊ ഇനി എന്ത് നമ്മള് ചെയ്യാൻ പോവാം? സ്കൂളിൽ പോയി ടയേർഡായി വന്നല്ലേ, കുറച്ചേരം കാർട്ടൂൺ കണ്ടോട്ടല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ എസ് ആണോ നോ ആണോ പറയുന്നതെന്ന് കമന്റ് ബിലോ. കാണും, എന്നാലും അടുത്ത ദിവസം എനിക്ക് ആ യെസ് ഓർ നോയിൽ എടുക്കാലോ. അപ്പൊ എന്തായാലും കുറച്ചേരം നമുക്ക് കാർട്ടൂൺ വെച്ചു കൊടുക്കാം, അപ്പോഴേക്കും ഞാൻ സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം നമ്മളെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കണ്ട് ഇങ്ങനെ ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ പലതും. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടിട്ട് കുഴയ്ക്കുമ്പോൾ തന്നെ ഇളകി പോരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഈ പുറത്തുള്ള തൊലി കളഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറ് ആ കുരുവിലുള്ള തൊലി അത് കളയണം എന്നില്ല, നല്ലതാണെന്നാണ് എല്ലാവരും പറയാറ്. അപ്പം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇതുണ്ടോ, മാളൂസ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പാത്രങ്ങൾ മാത്രമാണിത്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒറ്റൊരു ചോറ്റും പാത്രം ഉണ്ടാവും കഴുകാനില്ലേ. ഇപ്പം ഇത്രയും പാത്രങ്ങൾ. ചക്കക്കുരുവിൻ്റെ തൊലി ഇങ്ങനെ ജസ്റ്റ് കളഞ്ഞിട്ട്, ഈ ഒരു തൊലി ഞാൻ കളയുന്നില്ല കേട്ടോ, ഈ ഒരു ബ്രൗൺ കളർ. എന്നിട്ട് നമുക്കിത് നമ്മൾ ബദാമൊക്കെ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ ജ്യൂസ് അടിക്കാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ ബദാമൊക്കെ വെച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ചക്കക്കുരു ജ്യൂസ് കുടിച്ചപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ നട്ട്സ് ഒക്കെ പോലെ തന്നെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ചക്കക്കുരു. ഇപ്പൊ നമ്മള് ഈ നട്ട്സിന്റെ ഒക്കെ ഷോപ്പിൽ പോയാൽ തന്നെ ചക്കക്കുരു ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് ബോട്ടിലാക്കി വെച്ചത് കാണാം. നമ്മള് പണ്ട് വീട്ടിലൊക്കെ വെറുതെ കളഞ്ഞ സാധനം ഇവിടെ ഭയങ്കര റേറ്റില് ഷോപ്പിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇത് വേസ്റ്റ് ആക്കി കളയാതെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. നമ്മൾ ചക്കക്കുരു നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെ പേസ്റ്റ് പോലെ ആക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് ബോളാക്കാൻ നേരത്തെ ഇങ്ങനെ കറക്റ്റ് ബോളായിട്ട് തന്നെ കിട്ടും. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ സവാള ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ മാളൂന് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടോ. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ആക്കിയിട്ടില്ല. ഇത് ക്രഷ് ചെയ്യുമ്പോഴും ഡ്രൈ ആയിട്ടുള്ള മിക്സിൻ്റെ ജാറിലാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോഴും വെള്ളമൊന്നും ആക്കുന്നില്ല. ഇത് അല്ലാതെ തന്നെ നമുക്ക് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് ബോളാക്കി എടുക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ മൈദപ്പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിത് കുഴയ്ക്കാൻ വേണ്ടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുഴയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പം നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ പരിപ്പ് വട പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഇതെങ്ങനെ ബോളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കബാബൊക്കെ പോലെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം, കട്ട്ലേറ്റ് പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടല്ലേ മാളൂസ് ഫുൾ സെറ്റായിരുന്നു കാർട്ടൂൺ കാണുന്ന. എൻ്റെ പ്രഗ്നൻസി പില്ലോ ഞാൻ ഉപയോഗിക്കാത്ത സമയത്ത് മാളൂസിന് സ്വന്തം അല്ലേ. നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. അവളെ കംഫർട്ടബിൾ പ്ലേസ് ആണ് ഇപ്പം അത്. ഒക്കെ ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ തൊട്ട്. ഇവക്ക് കിടക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്കിത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ മാളൂസ് ചോദിച്ചില്ല അല്ലേ. എന്താ കാണുന്നേ? ഈ കാർട്ടൂണിന്റെ പേരറിയോ? ആണോ? ഇത് ഞാൻ കുഞ്ഞതായപ്പോൾ കണ്ടിരുന്ന കാർട്ടൂണാണ് കേട്ടോ. കാര്യം ഞാൻ ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഈ ലാപ്പിൽ. അപ്പം ഞാൻ പണ്ട് കണ്ടൊരു ഓർമ്മയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ചെയ്ത് വെച്ചതാണ്. എനിക്ക് തന്നെ ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. യെസ്, ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആണോ? യെസ്. അപ്പോൾ നമ്മൾ സ്നാക്സ് എടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം വേണമെങ്കിൽ ഈ ബിസ്ക്കറ്റ് കഴിച്ചു. നമുക്ക് ജ്യൂസിലേക്കുള്ളത് നന്നായിട്ട് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരൊക്കെ ഞാൻ ഫസ്റ്റ് ചെറിയൊരു ജാറിലിട്ട് നന്നായിട്ട് അരയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പീസായിട്ട് കിടക്കും. അപ്പം ഞാൻ
ഇതിലിട്ടിട്ട് അരച്ചിട്ട് നമുക്ക് വലിയ ജാറിൽ ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഈ ചക്കക്കുരുവിൽ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ മതി. ഇത് നല്ല മാവ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പാലൊഴിച്ചത് അരച്ചെടുക്കാം. യെസ്, ഇങ്ങനെയാണോ പിന്നെ ജ്യൂസ് ഉണ്ടാവുക? നമ്മൾ ബദാമൊക്കെ ജ്യൂസ് അടിക്കുന്ന പോലെ ഉണ്ടാവും മാളു. ഇതിലിപ്പോഴും കുറച്ച് പീസൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. പീസൊക്കെ മാളൂസ് പെറുക്കി തിന്നോളൂ. എന്താ ഈ ചക്കക്കുരു ഉണ്ടല്ലോ, നമ്മൾ നട്ട്സൊക്കെ പോലെ തന്നെയാ റോസ്റ്റ് ചെയ്താൽ, യുനോ. ഇനി ഇതിൽ പഞ്ചസാര ഇടാം. അത്ര തണുപ്പ് മതി എന്നുള്ളതുകൊണ്ട് ഐസ് ക്യൂബ് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല. നല്ല തിക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് തിക്നെസ് എത്ര വേണം എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പാലൊഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർക്കാം. പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് അവ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് എടുക്കാം. ആളസ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ സോസ് ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മൂവിക്കാകനെ വിളിച്ചപ്പോൾ മൂവിക്കാക വരുന്നുണ്ട്, സോസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളപ്പോഴേക്കും കഴിക്കാൻ തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് ജ്യൂസ്? ഇഷ്ടമായില്ല? ഇഷ്ടമായോ? വേഗം വാ. സോസ് സീരിയസ്ലി എന്താ മൂവിക്കാക? സോസിന് ഇവിടെ കാത്തു നിൽക്കുക ഇവിടെ. എനിക്കത് ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണം. ഓ, ഇത്രയും വലിയ സോസൊക്കെ വാങ്ങിച്ചോ? അത് വേഗം പാത്രത്തിൽ ഇട്ടുകൊണ്ടുവാ. ഇനി ഞാൻ എണീക്കൂല. മൂവിക്കാക്ക വന്നതുണ്ട്. മറ്റു സിനിമ വെച്ചാലോ? ഞങ്ങൾ അങ്ങനെ തിളക്കം കാണാൻ കേട്ടോ. തിളക്കം കണ്ടോണ്ടാണ് ഞങ്ങൾ സ്നാക്സ് കഴിക്കുന്നത്. മാളൂസിന് ഇഷ്ട സിനിമ. എത്ര വട്ടം വേണമെങ്കിൽ കാണും ഈ പടം? വേണമെങ്കിൽ 100 വട്ടം വരെ കാണാം. അപ്പൊ 101 മുതിക്കാകനെ കാത്തു നിന്നിട്ട് ഇപ്പൊ ചൂടാറും. അതുകൊണ്ട് ഞാൻ കഴിക്കട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇത് എന്താന്ന് പറയാതെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. ചക്കക്കുരു ആണെന്ന് പറയാതെ. അറിയുന്നൊന്നുമില്ല. കഴിച്ചോക്കാം. ഇപ്പൊ മീശയിലും താടിയിലൊക്കെ ജ്യൂസ് ആവും. എങ്ങനുണ്ട്? ഇത് നല്ല സാധനമാണ്, നമ്മള് വേസ്റ്റ് ആക്കി കളയുന്ന. എന്താ മാളു? പടത്തിലെ ഡയലോഗ് മാളൂസിന് ഈ തിളക്കത്തിലെ പകുതി മുക്കാൽ ഡയലോഗും കാണാൻ പാടാം അല്ലേ മാളു? ആണോ? ഇതപ്പോ എന്താ പറയണ? അതെ, ഈ തലേണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബെഡില് സ്ഥലം ഉണ്ടാവില്ല. തലേണ ഞാനും കിടന്നു ബെഡ്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇത് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങള് ഡിന്നറിനുള്ള പരിപാടി നോക്കി കൊടുക്കാണ് ഗൈസ്. ഇതാ ഒരാൾ അവിടെ ചപ്പാത്തി ചുട്ട് പാത്രത്തിലേക്ക് ഇടുന്നു. ഇതാണ് മെയിൻ ഷെഫ് ഞങ്ങളെ. കണ്ടോ? അതെ, ഞങ്ങൾ പണിക്കാര്, കൈപ്പണിക്കാരാണ് ഞാനും ഷാനും ഒക്കെ. ഇതുണ്ടോ ചപ്പാത്തി ഇങ്ങനെ പരത്തിയിട്ട്. ഈ ഷെഫിനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വല്ല പണി ഉണ്ടെങ്കിൽ പറയട്ടോ. 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രമാണ് ആള് പണി ചെയ്യുള്ളൂ അല്ലേ മാളു? 5 സ്റ്റാർ ഹോട്ടലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഇതുണ്ടോ? വാവ്, പരത്തുന്നുണ്ടോ ഗൈസ്? അതെ, കോസ്റ്റ്യൂം ഒക്കെ കണ്ടില്ലേ? എന്താ കോസ്റ്റ്യൂം? ചിലപ്പോ നമ്മളെ ഷെഫ് ഇപ്പൊ പോകും. കണ്ണരിയും. അതെ, ഷെഫിനെ കാണില്ല മൂവിക്കാകന്റെ. ഞാൻ കണ്ണു പൊത്തിക്കൊണ്ടായിരിക്കും. കണ്ടോ ഗൈസ്? ആ വിരല് കൂടെ അരിയണ്ട. നല്ല രസമുണ്ടാവും. മാളുവിന്റെ ചപ്പാത്തി എന്തായി? അയ്യോ, എന്റെ ചപ്പാത്തി കരിഞ്ഞു തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഡിന്നറിന് ഇത് ചപ്പാത്തി, മാളൂസ് ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ കൂന്തൽ റോസ്റ്റ് ഞാൻ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ട്. യെസ്. എന്താ മാളൂസൊക്കെ തിന്നുന്നാണോ? ശരി. എനിക്ക് ചോറിന് വിട്ടപ്പോ തന്നെ നല്ല ഇഷ്ടമായിക്കണ്. ആണോ? ചോറിന് ഞാൻ വെറുതെ പൊരിച്ചാ വിട്ടത്. ഇഷ്ടായോ? മധുരവും ഉപ്പൊക്കെ ഉണ്ട്. സോസ് കഴിച്ചിട്ടുള്ള കറിയാ.
നൈസ. വെറൈറ്റി ആണോ അതോ അങ്ങനത്തെ കഴിച്ചിട്ടുണ്ടോ? ഹോട്ടലിനൊക്കെ കഴിച്ചിട്ടുണ്ടോ? ആണോ? ഹോട്ടലത്തെ പോലെയായോ? എന്നാ എനിക്ക് വേണ്ട. അയ്യോ അങ്ങനെ അറിയാലോ. ഹോട്ടലത്തെ ഒന്നും ഇഷ്ടമല്ല. കഴിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. മാളു ബൈ പറയൂ. ആള് ഭയങ്കര പഠിത്തത്തിലാണ്. അപ്പോൾ ശരി.